മലയാളം ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ ബി അവാർഡ് ഷോയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിന് നമ്മുടെ അനുമോൾ അനീഷേട്ടന് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നൈറ്റ് ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നത് അനുമോൾ തന്നെയാണ്. അനുമോൾ മതി, അനുമോൾക്കെല്ലാം അറിയാം. അതിലൊക്കെ ഇന്നലെ വന്ന് അനീഷേട്ടൻ അനുമോൾ നൈറ്റ് ക്രീം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിലെന്നെ ചീത്ത പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കണ്ട, നീ എൻ്റെ തലമുടിയിലൊന്നും പിടിക്കേണ്ട, അനുമോൾക്ക് അറിയാം അനുമോൾ ചെയ്യുന്നത്. അങ്ങനെ അനീഷേട്ടൻ ഒരുക്കുന്നതൊക്കെ അനുമോൾ തന്നെയാണ്. അനുമോൾക്ക് കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉദ്ഘാടന ഓഫർ കിട്ടുന്ന വ്യക്തി എന്ന് പറയുന്നത് അനുമോൾ തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധക വൃത്തത്താൽ ചുറ്റപ്പെടുന്ന വ്യക്തി നമ്മുടെ അനീഷേട്ടനാണ് ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ അനുമോളെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി അത് അനുമോളായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ അനീഷേട്ടന് പിന്നെ ഈ അവാർഡിന് ശേഷം വേറൊരു അവാർഡും കിട്ടാത്ത വ്യക്തിയിൽ ഒരാളായിട്ട് നമ്മുടെ അനീഷേട്ടനും വന്നിട്ടുണ്ട്. അനുമോൾക്ക് അങ്ങനെ 2 അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അനീഷേട്ടനും അങ്ങനെ 3 അവാർഡ് അനീഷേട്ടന് കിട്ടിയിട്ടുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഉദ്ഘാടനത്തിന് വിളിക്കാത്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അനീഷ്, അക്ബർ, ഷാനവാസ് അങ്ങനത്തെ അവാർഡൊക്കെയാണ് അനീഷേട്ടനും കിട്ടിയത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്ന വ്യക്തി നെവിനായിരുന്നു. പിന്നെ അടുത്ത അവാർഡ് എന്ന് പറയുന്നത് പുറത്തിറങ്ങിയാൽ ആരും മൈൻഡ് ചെയ്യാത്ത വ്യക്തി ലക്ഷ്മിയായിരിക്കും. നാട്ടുകാർ ചൂലുമായി വരവേൽക്കാൻ നിൽക്കുന്ന വ്യക്തി ലക്ഷ്മിക്ക് തന്നെയാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. പുറത്തിറങ്ങിയാൽ മുണ്ടിട്ട് നടക്കുന്ന വ്യക്തി ഷാനവാസാണ്. അടുത്ത ബി ഹൗസിൽ ക്രിയേറ്റീവ് ഹെഡായിട്ട് നമ്മുടെ ഒനീലിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒനീലിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. പുറത്തിറങ്ങിയാൽ മഞ്ഞപ്പത്രം തുടങ്ങാൻ പോകുന്ന വ്യക്തി നമ്മുടെ അക്ബറിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഒരു അവാർഡും കിട്ടാത്ത വ്യക്തി എന്ന് പറയുന്നത് നൂറയും അതേപോലെ തന്നെ അഭിലാഷിനുമാണ് ഒരു അവാർഡും കിട്ടാതിരുന്നത്.